സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിച്ചിരുന്നു. പഴയ രീതിയിലാകും ടെസ്റ്റ് നടക്കുക. പുതിയ തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് CITU വ്യക്തമാക്കി. എന്നാൽ സംയുക്ത സമരസമിതി തീരുമാനങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 14 ദിവസമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരമാണ് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചത്. സമരക്കാരുടെ പ്രധാന ആവശ്യമായ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പഴക്കം 15-ൽ നിന്ന് 18 വർഷമായി ഉയർത്തി. ഒരു ദിവസം 40 ടെസ്റ്റ് എന്നത് 80 ആക്കി ഉയർത്തും. ഇരുവശങ്ങളിലും ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങൾ തൽക്കാലം ഉപയോഗിക്കാം. ഇവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം അവസാനിപ്പിച്ചത്. നിലവിലെ ഉത്തരവ് പിൻവലിക്കില്ലെന്നും പ്രായോഗിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും യോഗത്തിനു ശേഷം മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി. മെയിനായിട്ടുള്ളത് 40 ലൈസൻസ് ഒരു ഓഫീസിൽ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 40 ലൈസൻസ് ടെസ്റ്റ് നടത്തും. അപ്പോൾ 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുള്ളിടത്ത് 80 ലൈസൻസ് ടെസ്റ്റ് നടക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് 2 വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല. തൽക്കാലം അത് ഒരു സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കുള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നാണ്. 15 വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പുരാതനമായ വണ്ടി ഓടിക്കണമെന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് 18 വർഷമായി വർദ്ധിച്ചു. ചർച്ചയിൽ എല്ലാ ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിച്ചതിൽ പൂർണ്ണ തൃപ്തരെന്ന് സംയുക്ത സമരസമിതി. ഇന്ന് മുഴുവൻ സംഘടനകളെയും മുഴുവൻ യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ച് വളരെ സൗഹൃദപരമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ചർച്ച വിളിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന നിലപാടിലാണ് CITU. നമ്മൾ നിരവധി സമരം ചെയ്ത ഇൻസ്ട്രക്ടർ, ഫുൾ ടൈം ഇൻസ്ട്രക്ടർ എന്ന ആൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള കാര്യം അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. CITU സംഘടനയ്ക്ക് ഇൻസ്ട്രക്ടർ തന്നെ നിന്നും കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പിള്ളേരെ കൊണ്ടുപോയി പഠിപ്പിക്കണമെന്ന്. നിങ്ങൾക്കറിയാം, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാന്മാരുണ്ട്, അവരാണ് ടെസ്റ്റിന് പിള്ളേരെ കൊണ്ടുവരുന്നത് പറഞ്ഞത്. അതല്ല, ആ ഇൻസ്ട്രക്ടർ തന്നെ വരണമെന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞ നിർദ്ദേശം. അത് നടക്കില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തുന്ന വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള മന്ത്രിയുടെ നിർദ്ദേശവും CITUവിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമരം അവസാനിച്ചതോടെ ഇന്നു മുതൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സാധാരണ നിലയിൽ ആരംഭിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.